ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇടിയൻ ചന്തു എന്ന മൂവിയാണ്. മരിച്ചുപോയ അച്ഛന്റെ പോലീസ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മകൻ +2 പാസ്സാകാൻ ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ സ്കൂളുകൾ മാറുന്നതല്ലാതെ അവൻ പാസ്സാകുന്നില്ല. അവസാനം അവന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം കൂടി വന്നു ചേരുന്നു. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് കുട്ടികളിൽ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ്. ആ പെൺകുട്ടിയെ പയ്യൻ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് അവിടെ നിന്നിരുന്ന ചന്തു എന്ന പയ്യനാകട്ടെ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച പയ്യനെ അടിക്കുകയും അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ നായകൻ ചന്തു. അവന്റെ കൂടെയുള്ള പെൺകുട്ടിയുടെ പേര് ദുർഗ എന്നാണ്. ചെറുപ്പം മുതലേ അവർ രണ്ടുപേരും കളിക്കൂട്ടുകാരാണ്. SC ചന്ദ്രന്റെ മകനായിരുന്നു ചന്തു. അതുകൊണ്ട് തന്നെ ആർക്കും അവൻ ചെയ്യുന്ന ഈ അടിപിടിക്കൊന്നും തന്നെ പരാതി കൊടുക്കാൻ പോകാൻ പേടിയായിരുന്നു. എല്ലാരും ചന്തുവിന്റെ അമ്മ ഇന്ദുവിനോടാണ് പരാതി പറഞ്ഞുകൊണ്ടിരുന്നത്. ചന്തുവിന് എല്ലാ കാര്യത്തിലും പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ച കിട്ടാറുമില്ല. ഒരു ദിവസം അവനും അവന്റെ ഗർഭിണിയായ അമ്മയും ചേർന്നിട്ട് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയൽവാസിയായ ആളാകട്ടെ അവന്റെ അമ്മയോട് എന്തോന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛൻ അവരെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി. നിന്റെ വയറ്റിൽ വളരുന്നത് അവന്റെ കുഞ്ഞാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അയാൾ ദേഷ്യപ്പെടാൻ തുടങ്ങിയത്. അയാളുടെ ആ അടിയിൽ അന്നേ ദിവസം അവർക്ക് അബോർഷൻ ആവുകയും ആ കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതൊക്കെ കണ്ടിട്ട് ചന്തുവിന് ഒന്നും ചെയ്യാൻ പറ്റാതെ ആകെ നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കുറച്ചു ദിവസം കഴിയുമ്പോൾ സ്കൂളിൽ ഏതോ ഒരു പയ്യനുമായിട്ട് അടിയുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് SC ചന്ദ്രനെ ചന്തുവിന്റെ സ്കൂളിലേക്ക് വിളിപ്പിക്കുന്നു. അവൻ ആ സ്കൂളിൽ പഠിക്കുവാണെങ്കിൽ പല കുട്ടികളും ആ സ്കൂളിൽ പഠിക്കില്ല എന്നാണ് പറയുന്നത്. അത് കാരണം അവരവനെ TC കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് മഴയായ കാരണം അവരൊരു ബസ് സ്റ്റോപ്പിൽ കയറി നിന്നിരുന്നു. എന്നാൽ ഈ SC ചന്ദ്രന് ഒരുപാട് പേരുമായിട്ട് ശത്രുതയുണ്ട്. അതിലേതോ കുറച്ച് ഗുണ്ടാസംഘം വന്നിട്ട് ഈ SC ചന്ദ്രനെ അവിടെ വെച്ച് വെട്ടിക്കൊല്ലുന്നു. ചന്ദ്രന്റെ മരണത്തോടുകൂടി അയാൾ കാശ് കൊടുക്കാനുള്ള ആൾക്കാരെല്ലാം തന്നെ ഇന്ദുവിന്റെ അടുത്തേക്ക് വരുന്നു. പലരുടെയും മോശം വർത്തമാനം കേട്ടപ്പോൾ വേറെ വഴിയില്ലാതെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ദു ആകട്ടെ വീട്ടിലോണ് എന്ന് പറയുന്നൊരു പദ്ധതി തുടങ്ങുന്നു. ആ സമയത്ത് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് ഇന്ദുവിനോട് പറയുന്നുണ്ട്, സർവീസിലിരിക്കെ മരിച്ച സ്ഥിതിക്ക് ചന്ദ്രന്റെ ജോലി ഇന്ദുവിന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. എന്നാൽ എനിക്ക് അയാളുടെ ജോലിയൊന്നും വേണ്ടെന്ന് അവൾ പറയുന്നു. അതിനിടയ്ക്ക് ചന്തു വേറെ ആരോടൊക്കെയോ അടിയുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അവനെ പിടിച്ചുകൊണ്ടുവരുന്നു. കുറച്ചുനാൾ മുൻപ് വരെ അവൻ ഒരു സ്പെഷ്യൽ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അവന്റെ ഈ പെട്ടെന്നുള്ള ദേഷ്യം കാരണമാണ് അവൻ അങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കേണ്ടി വന്നത്. എന്നാൽ അന്നു മുതലേ ആൾക്കാർ പറയാൻ തുടങ്ങിയത് അവന് വട്ടാണെന്നായിരുന്നു. ഇവന്റെ ഈ അടിയും വഴക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഇന്ദു പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, ഈ ജോലി എനിക്ക് തരാതെ അവന് കൊടുക്കാൻ പറ്റുമെന്ന്. അതിന് അവനിപ്പോ കുഞ്ഞല്ലേ, അവൻ +2 പാസ്സായാൽ മാത്രമേ അവൻ ആ ജോലി കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അവൻ +2 പാസ്സായി കഴിയുമ്പോൾ അവൻ ആ ജോലി കൊടുക്കണമെന്ന് അവൾ നിർബന്ധിക്കുന്നു. അവരതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നീ ഇനി അടിപിടിക്കൊന്നും പോകരുതെന്ന് പോലീസുകാർ അവന് താക്കീത് നൽകുന്നു. പോലീസാകാൻ അവനും ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പിന്നീട് ആരുമായിട്ടും വഴക്കിന് പോയില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ചന്തു വളർന്നു എന്നല്ലാതെ അവൻ +2 പാസ്സായില്ല. അവൻ ഏകദേശം 22 വയസ്സായിരുന്നു. സ്കൂളിൽ പിന്നെയും ഏതോ ഒരു പയ്യനുമായിട്ട് അവൻ വഴക്കിടുകയും അടിയുണ്ടാക്കുകയും ചെയ്തു. സംഭവം പോലീസ് സ്റ്റേഷനിൽ വരെ എത്തി. പോലീസുകാർ അവനോട് പറയുന്നുണ്ട്, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസാ. ഇത്തവണയെങ്കിലും +2 പാസ്സായില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം, നിനക്ക് ഈ ജോലി കിട്ടത്തുമില്ല. അത് കാരണം എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുക്കുന്നു, അവനെ കോതമംഗലത്ത് ഒരു സ്കൂളിലേക്ക് അയച്ച് പഠിപ്പിക്കാൻ. ഇവിടെ നിന്നും എങ്ങനെയൊക്കെ നല്ലൊരു TC വാങ്ങിയിട്ട് അവർ അവിടേക്ക് അഡ്മിഷൻ എടുക്കുന്നു. അവനെ അവിടെ നിർത്തി പഠിപ്പിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം. ചന്തുവിന്റെ കളിക്കൂട്ടുകാരി ദുർഗയും വളർന്നു വലുതായിരിക്കുന്നു. എന്തിനും ഏതിനും അവന്റെ കൂടെ തന്നെ അവളുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്ന ഒരു ഡ്രഗ് മാഫിയ സംഘത്തെയാണ്. കൊച്ചിയിലെല്ലാം തന്നെ പലയിടത്തുനിന്നും ഡ്രഗ് വരുന്നത് കൊണ്ട് വേറെ സ്ഥലം നോക്കി ഡ്രഗ്സിന്റെ കച്ചവടം നടത്താനായിരുന്നു അവരുടെ തീരുമാനം. അവർ തിരഞ്ഞെടുക്കുന്നത് കോതമംഗലത്തുള്ള കുറച്ച് സ്കൂളുകളാണ്. സീൻ എവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് കോതമംഗലത്തുള്ള ഇന്ദുവിന്റെ സഹോദരൻ സുരേന്ദ്രന്റെ വീടാണ്. ചന്തു അവിടേക്ക് വന്നു നിന്ന് പഠിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് അയാളുടെ വൈഫാകട്ടെ ആകെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അവൻ ഓൾറെഡി അവിടെ ഒരുപാട് അഴിയുണ്ടാക്കിയിട്ടാ വരുന്നത്. ഇനി ഇവിടെ വന്ന് ഈ പിള്ളേരെ കൂടി വഷളാക്കും. അവർക്ക് 2 ഇരട്ട കുട്ടികളായിരുന്നു. 2 പെങ്കൊച്ചുങ്ങളുള്ള വീട്ടിൽ അവൻ കൂടി വന്നു നിന്ന് കഴിഞ്ഞാൽ ഇവർ കൂടി പേരുദോഷം ഉണ്ടാകുമെന്ന് അവർ പറയുന്നു. എന്നാൽ അതവന്റെ മുറപ്പെണ്ണുങ്ങളാണെന്നാണ് അയാൾ പറയുന്നത്. അവൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ കെട്ടിച്ചും കൊടുക്കും. ഇതിന്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഇന്ദുവും ചന്തു അവിടേക്ക് വരുന്നത്. വേറെ നിവൃത്തിയില്ലാതെ അവനെ അവിടെ ആക്കിയിട്ട് ഇന്ദുവിന് പോകേണ്ടതായി വരുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ചന്ദ്രൻ അവർക്ക് വാക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ധൈര്യത്തോടെ അവിടെ നിന്ന് പോകുന്നത്. ചന്തു ആ വീട്ടിൽ താമസം തുടങ്ങിയ സ്ഥിതിക്ക് ആ വീട്ടിലെ പെൺകുട്ടികൾ ചെറിയ ഡ്രസ്സൊന്നും ഇടാൻ തന്നെ സുരേന്ദ്രന്റെ വൈഫ് അനുവദിക്കുന്നില്ല. ഇവരെല്ലാവരും ഒരേ സ്കൂളിൽ തന്നെയായിരുന്നു പഠിക്കുന്നത്. എന്നാൽ ആ പെൺകുട്ടികൾ പറയുന്നുണ്ട്, ചന്തു ചേട്ടൻ ഞങ്ങളുടെ കൂടെ വരണ്ട എന്ന്, ഞങ്ങളുടെ ബന്ധുവാണെന്ന് സ്കൂളിൽ പോയി പറയാനും പാടില്ല. അങ്ങനെ അവൻ സ്കൂളിലെത്തുന്നു. ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആകട്ടെ ജോസഫ് എന്ന് പറയുന്ന ഒരു പള്ളിയിലച്ഛനായിരുന്നു. എന്നാൽ ആള് വിചാരിക്കുന്ന പോലെ ഒരു വെറും പള്ളിയിലച്ഛനൊന്നും ആയിരുന്നില്ല. നാട്ടില് വലിയ പ്രശ്നം ഉണ്ടാക്കി അടിയുണ്ടാക്കി നടന്ന ഒരാളെ ശല്യം സഹിക്കവയ്യാതെ വീട്ടുകാര് അച്ഛൻ പട്ടം നേടാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട്, നീ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ നിനക്ക് TC ഒന്നും തന്നുവിടില്ല, ഈ മൂലക്കെട്ടി ഞാൻ ചവിട്ടി കൂട്ടത്തേ ഉള്ളൂ എന്ന്. അങ്ങനെ ക്ലാസ്സിലെത്തി അവനാകട്ടെ ബാക്ക് ബെഞ്ചേഴ്സ് ആയ 3 പേരെയാണ് കൂട്ടായിട്ട് കിട്ടുന്നത്. അങ്ങനെ അവരുടെ കൂടെ കൂട്ടുകൂടി പുറത്തിരിക്കുന്നതിനിടയ്ക്ക് ടെനി എന്ന് പറയുന്ന ഒരു പയ്യനെ അവൻ കാണുന്നുണ്ട്. അവന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്ലാസ്റ്ററിൽ അവൻ ടീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. നീ ഈ സ്കൂളിൽ പുതുതായിട്ട് വന്നതല്ലേ, ഒരു കാരണവശാലും ടീനയെ നോക്കരുതെന്ന് അവൻ വന്നിട്ട് ചന്തുവിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നു. ഏതായി ടീന എന്ന് ചന്തു കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഈ ടെനി കുറെ നാളായിട്ട് ടീനയുടെ പുറകെ നടക്കുകയാണെന്ന്. അവളാകട്ടെ കരാട്ടക്കാരനായ കുഞ്ഞച്ചന്റെ മോള. അവൾക്ക് നന്നായിട്ട് കരാട്ടെ അറിയാം. അങ്ങനെ ഇവന്റെ ശല്യം കാരണം അവൾ
അവളാണ് അവന്റെ കൈ വരെ തല്ലി ഓടിച്ചത്. ഇന്റർവെൽ ടൈമില് അവന്റെ കൂട്ടുകാരാകട്ടെ ചന്തുവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷും വാങ്ങിയിട്ട് ബിയർ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ചന്തു അവിടെ തന്നെ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഇത് കണ്ട് സ്നേഹ എന്ന് പറയുന്ന ഒരു ടീച്ചർ അവിടേക്ക് വരുന്നു. നീ സ്കൂളിലെ കുട്ടിയാണോ, എന്താ എവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അവൻ ഇവിടെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടും അവർക്ക് വിശ്വാസം വരുന്നില്ല. സ്കൂളുകളിൽ ഡ്രഗും കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ആണോ എന്ന് കരുതിയിട്ട് അവനെ ഫുൾ അവർ പരിശോധിക്കുന്നു. എന്റെ കയ്യിൽ ഡ്രഗ്സ് ഒന്നും ഇല്ലെന്ന് അവൻ എത്രയൊക്കെ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അവന്റെ ഷൂ വരെ അവരഴിച്ചു പരിശോധിക്കുന്നു. ഡ്രഗ്സ് ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരാകട്ടെ അവനെയും കൊണ്ട് അവിടെ കലോത്സവത്തിന് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഡ്രിങ്ക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നു. അവൻ തന്റെ കയ്യിലെ ഡ്രിങ്ക്സുമായിട്ട് ബാക്കി എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാകട്ടെ ടീന എന്ന് പറയുന്ന പെൺകുട്ടിയെ അവൻ കാണുന്നു. അവനെ കണ്ടതും ടീന ആകെ ദേഷ്യത്തോടെ നീ ചന്തു അല്ലെന്ന് ചോദിക്കുന്നു. ആണെന്ന് പറഞ്ഞതും മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ അവൾ അവനെ ചവിട്ടുകയാണ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് അറിയാതെ അവൾ അവനെ അടിക്കാൻ ശ്രമിക്കുന്നു. അവളുടെ അടിയിൽ നിന്നെല്ലാം തന്നെ അവൻ പരമാവധി ഒഴിഞ്ഞു മാറി. അവനോട് അവൾ എടുത്തു ചോദിക്കുന്നുണ്ട് നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന്. പണ്ട് സെന്റ് ജോർജ് സ്കൂളിൽ വെച്ച് നടന്ന കലോത്സവത്തിന്റെ അന്ന് ബാത്റൂമിൽ വെച്ച് നടന്ന കാര്യവും നിനക്ക് ഓർമ്മയുണ്ടോ എന്ന്. അതും പറഞ്ഞിട്ടായിരുന്നു അവൾ അവനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. അവസാനം കൂട്ടുകാരികളെല്ലാം കൂടി അവളെ പിടിച്ചു മാറ്റുന്നു. അടുത്തതായിട്ട് ടീനയുടെ വീടാണ് കാണിക്കുന്നത്. ടീനയുടെ സഹോദരൻ തൊമ്മി ആകട്ടെ ഒരു സ്പെഷ്യൽ കിഡായിരുന്നു. ടീന എന്ന് പറഞ്ഞാൽ തൊമ്മിക്ക് ജീവനാ. തൊമ്മിയെ അതുപോലെയാണ് ടീനയും സ്നേഹിക്കുന്നത്. അവളുടെ കൂട്ടുകാരികള് ചന്തുവായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ ടീന പറയുന്നുണ്ട് പണ്ട് ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് കലോത്സവത്തിന് പോയ എന്റെ ചേട്ടായിയെ അവൻ ബാത്റൂമിലിട്ട് ഇടിച്ചു എന്ന്. അന്ന് ചേട്ടായി കരഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞതാ ഇവനാ അതെല്ലാം ചെയ്തതെന്ന്. അന്ന് മുതലേ അവനെ ഞാൻ നോട്ടം ഇട്ട് വെച്ചിരുന്നതാ. അങ്ങനെ ഇവരുടെ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങൊക്കെ നടക്കുന്ന സമയത്ത് തൊമ്മിയും സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് തൊമ്മിയും ചന്തു ആകട്ടെ കണ്ടുമുട്ടുകയും വളരെ സന്തോഷത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ടീനയ്ക്ക് ദേഷ്യം വരുന്നു. പണ്ട് തൊമ്മി അടിച്ചവന്റെ കൂടെ തന്നെ തൊമ്മി കൂട്ടുകൂടുന്നത് കണ്ടപ്പോൾ ടീനയ്ക്ക് ദേഷ്യം വരുന്നു. അവൾ തൊമ്മിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നീ നല്ല പോലെ ഓർത്തിട്ട് പറ, നിന്നെ അടിച്ചത് ചന്തു തന്നെ അല്ലേ എന്ന്. തൊമ്മി ആകട്ടെ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയായിരുന്നു. തനിക്ക് ഓർമ്മയില്ല എന്നുള്ള രീതിയിലായിരുന്നു തൊമ്മിയുടെ നിൽപ്പ്. അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴാകട്ടെ സ്നേഹ ടീച്ചറുടെ ഹസ്ബൻഡ് അവിടേക്ക് വരികയും സ്കൂളിൽ വെച്ചിട്ട് അവരുമായിട്ട് വഴക്കുണ്ടാക്കുകയും അവരുടെ കാറിന്റെ കീ അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. അയാൾ സ്നേഹയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ ചന്തുവിന് തന്റെ അമ്മയെ തന്റെ അച്ഛൻ ഉപദ്രവിക്കുന്നതാണ് ഓർമ്മ വരുന്നത്. അവൻ ആ പ്രശ്നത്തിൽ ഇടപെടുകയും അവരുടെ ഹസ്ബൻഡിനെ അടിക്കുകയും ചെയ്യുന്നു. അവരുടെ ഹസ്ബൻഡിന്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അയാളുടെ പേര് മുരുകൻ എന്നാണ്. ഈ ഡ്രഗ് മാഫിയ സംഘത്തിലെ തലവിയായ ആ സ്ത്രീയുടെ സഹോദരനായിരുന്നു ഈ മുരുകൻ. സംഭവം വലിയ അടിയായി. സ്കൂൾ കുട്ടികളെല്ലാം തന്നെ ചന്തുവിന്റെ കൂടെയായിരുന്നു. അവനെ അടിച്ചു തോപ്പിക്കുകയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചന്തുവിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അവസാനം ഒരു വിധത്തിൽ ചന്തു ആകട്ടെ സ്നേഹയുടെ ഹസ്ബൻഡിനെയും ആ മുരുകനെയും അടിച്ചു തോൽപ്പിച്ചു. സംഭവം പ്രിൻസിപ്പലിന്റെ അടുത്ത് എത്തിയതോടുകൂടി ടീച്ചേഴ്സ് എല്ലാം തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ പ്രിൻസിപ്പൽ അച്ഛൻ പറയുന്നുണ്ട് ഒരു ടീച്ചറിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ അവൻ ഇടപെട്ടതെന്ന്. അതുകൊണ്ട് തൽക്കാലം അവനെ ഈ സ്കൂളിൽ നിന്ന് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. സ്നേഹയും ഹസ്ബൻഡും തമ്മിലുള്ള ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നും ഒരുപാട് പേരുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടെന്നും അവൾ പറയുന്നു. അന്ന് രാവിലെ അവളും അവളുടെ അച്ഛനും ചേർന്നിട്ട് അയാൾക്ക് സ്ത്രീധനം കൊടുത്ത അവരുടെ കാർ ആകട്ടെ തിരിച്ചു കൊണ്ടുപോരുന്നു. അത് തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകാനാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായ സ്ഥിതിക്ക് നീ ഒരു 2 ദിവസത്തേക്ക് വീട്ടിൽ പോയി നിന്നിട്ട് വരാനാണ് പ്രിൻസിപ്പൽ ചന്തുവിനോട് പറയുന്നത്. അവൻ വീട്ടിലെത്തിയപ്പോ അവന്റെ അമ്മ ശരിക്കും പേടിച്ചു. എന്നാൽ താൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അവൻ പറയുന്നു. എന്നാലും പേടി കാരണം അവർ പ്രിൻസിപ്പലിനെ വിളിക്കുന്നു. പ്രിൻസിപ്പൽ അച്ഛൻ അവരോട് പറയുന്നുണ്ട് ചന്തു ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, അവൻ നല്ല പയ്യനാണെന്ന്. 2 ദിവസം കഴിയുമ്പോൾ അവനെ തിരിച്ചു വിട്ടേക്കണമെന്നും പറയുന്നു. ഇത് കേട്ടതും അവർക്ക് ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ടാണ് അവനെ കുറിച്ച് സ്കൂളിൽ നിന്ന് ഒരു നല്ല വാർത്ത കേൾക്കുന്നത്. അവനൊന്ന് നന്നായി കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ നേർച്ച നടന്നിട്ടിരിക്കുകയായിരുന്നു ഇന്ദു. ഇത് കേട്ടതോടുകൂടി ഇന്ദുവിന് സന്തോഷമായി. ഇനി ആ നേർച്ചയൊക്കെ പൂർത്തിയാക്കണം. അന്ന് രാത്രി ടീനയാകട്ടെ തൊമ്മിയെ വിളിച്ചിട്ട് കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട് അന്ന് നിന്നെ അടിച്ചത് ചന്തു അല്ലേ എന്ന്. അപ്പോഴാണ് തൊമ്മി സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. അന്ന് ബാത്റൂമിൽ വെച്ചിട്ട് അവന്റെ സിബ് കുടുങ്ങിയ കാരണം ചോര വരാൻ തുടങ്ങിയിരുന്നു. ചന്തു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സിബ് ഊരി മാറ്റാൻ സഹായിച്ചത് ചന്തുവാണ്. എന്നാൽ ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണെന്ന് കരുതിയിട്ട് തൊമ്മി ചന്തുവിനോട് പറയുന്നുണ്ട് ഇത് ആരോടും പറയരുതെന്ന്. ഇല്ലാന്ന് ചന്തു വാക്കു കൊടുക്കുന്നു. അവിടെ നിന്നും വേദന കാരണം കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിയ അവനെ കണ്ടിട്ട് എല്ലാവരും വിചാരിക്കുന്നത് ചന്തു അവനെ അടിച്ചു എന്നാണ്. ഇത് കേട്ടതും ടീന തൊമ്മിയെ വഴക്ക് പറയുന്നു. ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന്. അത്രയും പെമ്പിളാരുടെ അടുത്ത് നിന്ന് നീ ചോദിച്ചുകൊണ്ടാ ഞാൻ പറയാഞ്ഞെന്നാണ് തൊമ്മി പറയുന്നത്. വെറുതെ ടീന ചന്തുവിനെ തെറ്റിദ്ധരിക്കുകയും അവനെ അടിക്കുകയും ചെയ്തു. അവൾക്കതിൽ ഒരുപാട് വിഷമം തോന്നാൻ തുടങ്ങി. അതേസമയം ഡ്രഗ് മാഫിയ സംഘം ആകട്ടെ മുരുകനെ വിളിച്ചിട്ട് കാര്യം അന്വേഷിക്കുകയാണ് എന്താ സ്കൂളിലെ പ്രശ്നമെന്ന്. ശരിക്കും അവർ ആ കാർ എടുക്കാൻ വരാൻ കാരണം സ്നേഹയുടെ ഹസ്ബൻഡ് ആ കാറിൽ കുറച്ച് ഡ്രഗ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതറിയാതെയാണ് അവൾ അത് എടുത്തുകൊണ്ട് പോയത്. അതവർക്ക് തിരിച്ചു വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവിടെ വന്ന് വഴക്കുണ്ടാക്കിയതും. എന്നാൽ സ്കൂൾ പിള്ളേരുമായിട്ട് നീ തല്ലുകൂടി നാണം കെട്ട് വന്നിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് മുരുകന്റെ സഹോദരിയാകട്ടെ അവനെ കുറെ വഴക്ക് പറയുന്നു. തന്നെ അടിച്ച ചന്തുവിനിട്ട് എങ്ങനെയെങ്കിലും പണി കൊടുക്കണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു മുരുകൻ. 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലെത്തിയ ചന്തുവിനെ കണ്ടിട്ട് ടീന എല്ലാത്തിനും സോറി പറയുന്നു. അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കിടയിലെ പ്രശ്നമല്ല അവർ പറഞ്ഞു തീർത്തു. അന്ന് രാത്രി വീട്ടില് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചന്തു സഹോദരിമാരും. ആ സമയത്ത് ആ ഗുണ്ടകൾ അവിടേക്ക് വരികയും ചന്തുവിനെ അന്വേഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ സഹോദരിമാരും ചന്തുവിന്റെ ആന്റിയും പറയുന്നത് അവൻ ഇവിടെ ഇല്ല എന്നാണ്. എന്നാൽ അവൻ അവിടെ തന്നെ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അവർ പുറത്തു തന്നെ അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വാതിലടച്ച ശേഷം ചന്തുവിന്റെ ആന്റി ആകട്ടെ അവനോട് പറയുന്നുണ്ട് ഇതൊക്കെ കൊണ്ടാ നീ ഇവിടെ
ഇവിടെ വന്ന് നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നാളെ തന്നെ നീ ഇവിടെ നിന്നും പോയിക്കോണം. നീ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ചന്തുവിന്റെ സഹോദരിമാര് അവളുടെ അച്ഛന്റെ കമ്പനിയിലേക്ക് വിളിക്കുന്നു. എന്നാൽ അയാൾ ഓൾറെഡി തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കുറച്ച് ഗുണ്ടകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം കമ്പനിയിലെ സ്റ്റാഫിനോടും ചന്തുവിന്റെ സഹോദരിമാര് പറയുന്നു. ഇതറിഞ്ഞിട്ട് അവരെല്ലാവരും വീട്ടിലേക്ക് വരുന്നു. ചന്തുവിന്റെ അങ്കിൾ അവിടേക്ക് വന്നപ്പോൾ ഇവന്മാരെ കണ്ടതും കാര്യം പിടികിട്ടി. അയാളോട് ചന്തു ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് അയാൾ വീടിനകത്തേക്ക് കയറാൻ തുടങ്ങിയതും ഇവർ അടിക്കാൻ തുനിയുന്നു. അയാൾ ഇവരുമായിട്ട് അടിയുണ്ടാക്കുകയാണ്. ചന്തുവിനെ പോലെ തന്നെ പണ്ട് ഇയാളും ഒരുപാട് പേരുമായിട്ട് തല്ലുണ്ടാക്കിയിട്ടുണ്ട്. കുറെ നാളായിട്ട് അതെല്ലാം വിട്ടിട്ട് ജീവിക്കുകയായിരുന്നു. അവസരം കിട്ടിയപ്പോ അയാളും ആ ഗുണ്ടകളെ എല്ലാം കയറിയിടിച്ചു. അയാളുടെ കമ്പനിയിലെ ജോലിക്കാർ കൂടി അങ്ങോട്ട് വന്നതോടുകൂടി അവരെല്ലാവരും ചേർന്നിട്ട് ആ ഗുണ്ടകളെ നേരിട്ടു. വാതിൽ തുറന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള സഹോദരിമാരെ ആ ഗുണ്ടകൾ കയറി ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചിട്ട് ചന്തു ആകട്ടെ ഓടിളക്കി മുകളിലൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പിന്നീട് എല്ലാവരും ചേർന്നിട്ട് ആ ഗുണ്ടകളെ അടിച്ചൊതുക്കി അവന്മാരെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് രാവിലെ അവർ ആ വീടെല്ലാം തന്നെ ക്ലീൻ ആക്കാൻ നേരത്താണ് അവിടെ കാറില് ദുർഗയും ചന്തുവിന്റെ അമ്മയും വരുന്നത്. അവരാകട്ടെ ചന്തു നന്നായി എന്ന് വിചാരിച്ചിട്ട് പഴനിയിൽ പോയി മുട്ടയൊക്കെ അടിച്ചിട്ടാണ് വന്നത്. എന്നാൽ തലേന്ന് ഇവിടെ നടന്ന സംഭവം എല്ലാം അറിഞ്ഞതും അവർ ദേഷ്യം വന്ന് ചന്തുവിനെ അടിക്കുന്നു. എന്നാൽ താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ചന്തു തുറന്നു പറയുന്നു. ദുർഗ പറയുന്നുണ്ട്, നിങ്ങൾക്കിടയിലെ പ്രശ്നമൊക്കെ ഞാൻ സോൾവ് ആക്കിക്കൊള്ളാം, തൽക്കാലം നീ സ്കൂളിൽ പോയിക്കൊള്ളാൻ. അവള് ചന്തുവിന്റെ അമ്മയും കൊണ്ട് തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ പോകുന്നു. അവൻ സ്കൂളിൽ ചെല്ലുമ്പോ സ്നേഹിയാകട്ടെ തലേ നടന്ന സംഭവത്തെ പറ്റി അവനോട് ചോദിക്കുന്നു. അതൊന്നും ടീച്ചർ കാര്യമാക്കണ്ട, ഞാൻ എന്തായാലും ഇത്തവണ എക്സാം പാസ്സായിട്ട് ഇവിടുന്ന് പോകുമെന്നാണ് ചന്തു പറയുന്നത്. അങ്ങനെ അവരുടെ സ്കൂളിലെ സ്പോർട്സ് മീറ്റ് എത്തി. അവൻ സ്പോർട്സ് കോട്ടയിലായിരുന്നു അഡ്മിഷൻ നേടിയത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മത്സരത്തിൽ അവൻ പങ്കെടുത്തേ പറ്റൂ. അച്ഛൻ അവനെ നിർബന്ധിച്ച് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. ടീനയും അമ്പയത്തില് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും തോറും ടീനയും ചന്തുവും കൂടുതൽ അടുത്തു. ദുർഗ ആരാണെന്ന് ടീന ചോദിക്കുന്നുണ്ട്. തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് ചന്തു പറയുന്നത്. അല്ലാതെ ലവറൊന്നും അല്ലല്ലോ എന്ന് അവൾ ചോദിക്കുന്നു. അല്ല എങ്കിൽ എനിക്ക് നിന്നെ പ്രപ്പോസ് ചെയ്യാനാണെന്ന് അവൾ പറയുന്നു. അങ്ങനെ പതിയെ അവർ തമ്മിൽ പ്രണയിക്കാൻ ആരംഭിച്ചു. സ്പോർട്സ് മീറ്റിന് പോയ ഇവരാകട്ടെ ഒരിടത്തു നിന്ന് സംസാരിക്കുന്നത് സെൽഫി എടുക്കുന്നതും എല്ലാം തന്നെ അതുവഴി പോയ ദുർഗ കാണുന്നുണ്ട്. അന്ന് ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ചന്തുവിനോട് ടീന പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. എന്നാൽ കറക്റ്റ് ആ സമയത്ത് തന്നെ ദുർഗ അവനെ വിളിച്ചുകൊണ്ട് ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. ഇത് കണ്ടതും ടീനയ്ക്ക് ആകെ ദേഷ്യമായി. അവനും അവന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ദുർഗ അവനെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ എത്തിക്കഴിയുമ്പോൾ ദുർഗ അമ്മയോടായിട്ട് പറയുന്നുണ്ട്, ഇവനിപ്പോ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. രണ്ടുപേരും കൂടി ചേർന്ന് സെൽഫി എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടു. എന്നിട്ട് അവന്റെ ഫോൺ വാങ്ങി അതെല്ലാം കാണിച്ചും കൊടുക്കുന്നുണ്ട്. ശരിക്കും ദുർഗ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഒരു സഹോദരിയും എല്ലാം തന്നെയായിരുന്നു. എന്തായാലും അടിപിടി ട്രാക്കിൽ നിന്നെല്ലാം മാറിയിട്ട് അവൻ പ്രണയത്തിൽ വീണത് നന്നായെന്ന് അവന്റെ അമ്മയ്ക്കും തോന്നി. തിരിച്ചവനെ സ്കൂളിലേക്ക് കൊണ്ടുവിടുകയായിരുന്നു ദുർഗ. അതിനിടയ്ക്ക് അവന് ടീനയുടെ മെസ്സേജ് വരുന്നു. നീ എന്നോട് മിണ്ടണ്ട എന്ന്, നമ്മൾ തമ്മിലുള്ള എല്ലാം തീർന്നു എന്നൊക്കെയാണ് അവള് പറയുന്നത്. ദുർഗയുടെ കൂടെ അവൻ കയറി പോയതിന്റെ ദേഷ്യമായിരുന്നു അത്. പിറ്റേന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അവളുടെ പിണക്കം മാറ്റാൻ അവൾക്ക് എന്തെങ്കിലും ഒരു നല്ല സർപ്രൈസ് കൊടുക്കാമെന്ന് ദുർഗ പറയുന്നു. അന്ന് രാത്രി തന്നെ അവർ കേക്കുമായിട്ട് ടീനയുടെ വീട്ടിൽ കയറി. സർപ്രൈസ് ആയിട്ട് ചന്തു തന്റെ മുന്നിൽ വന്നു നിന്നതും ടീനയുടെ എല്ലാ പിണക്കങ്ങളും മാറി. ദുർഗയും അവരുടെ ആ റിലേഷൻഷിപ്പിന് കൂട്ടുനിൽക്കുന്നെന്ന് അറിഞ്ഞതോടെ ദുർഗയോടുള്ള ദേഷ്യം അവൾക്ക് മാറി. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് ടീനയുടെ ബർത്ത്ഡേ ആഘോഷമാക്കി മാറ്റി. എന്നാൽ അന്ന് രാത്രിയാകട്ടെ പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് അവർ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയിരുന്നു. രാവിലെ കുഞ്ഞച്ചൻ വന്ന് വിളിക്കുമ്പോൾ ഇവരെ എല്ലാവരും റൂമിൽ കണ്ടതും അയാൾ ആകെ ദേഷ്യത്തിലായി. ചന്തുവിനെ അയാളെടുത്തിട്ട് അടിക്കാനും തുടങ്ങി. ടീന പറയുന്നതൊന്നും തന്നെ അയാൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം തൊമ്മി വന്ന് അയാളെ പിടിച്ചു മാറ്റിയിട്ട് പറയുന്നുണ്ട്, ചന്തു നല്ല പയ്യനാണെന്ന്, ചാച്ചൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്ന്. തൊമ്മി അങ്ങനെ പറയണമെങ്കിൽ ചന്തു നല്ല പയ്യൻ തന്നെ ആയിരിക്കുമെന്ന് കുഞ്ഞച്ചന് തോന്നി. കാരണം ആൾക്കാരെ മനസ്സിലാക്കാൻ ബാക്കി എല്ലാരെക്കായാലും വിവരം തൊമ്മിക്കുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് ദുർഗയും ചന്തുവും വളരെയധികം ഹാപ്പി ആയിരുന്നു. ഇതിപ്പോ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നിട്ട് കല്യാണം ഉറപ്പിച്ച മട്ടായല്ലോ എന്ന് ദുർഗ അവനോട് പറയുന്നു. എന്നാൽ കറക്റ്റ് ആ സമയത്താണ് ആ മുരുകനും കൂട്ടരും അവരുടെ അടുത്തേക്ക് വരുന്നതും വാളുകൊണ്ട് അവനെ വെട്ടാൻ ശ്രമിക്കുന്നതും. അവൻ തന്റെ തലയൊന്ന് മാറ്റിയതും ആ വെട്ടുകൊള്ളുന്നത് ദുർഗയുടെ കഴുത്തിലാണ്. സ്പോട്ടിൽ അവൾ മരിക്കുകയും ചെയ്തു. ചന്തുവിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ ഒരു നഷ്ടം. ചെറുപ്പം മുതലേ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച അവന് ദുർഗ ഒരു സഹോദരി തന്നെയായിരുന്നു. ടീന ചന്തുവിന്റെ അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, തൽക്കാലം ചന്തുവിനെ ഇവിടേക്ക് വിടണ്ട എന്ന്. ദുർഗയെ ആക്രമിച്ചവര് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അവരൊരു ഡ്രഗ്സ് മാഫിയാണെന്നാണ് പോലീസുകാർ പറയുന്നത്. അയാളെ പിടിച്ചെങ്കിലും അത് യഥാർത്ഥ പ്രതിയൊന്നുമല്ല. അവര് കാശ് കൊടുത്തിറക്കിയ ഒരു പ്രതി മാത്രമാണ് അയാള്. എന്നാൽ ഇന്ദു പറയുന്നുണ്ട്, ചന്തു അവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തടയില്ല എന്ന്. ദുർഗയുടെ മരണത്തിന് അവൻ പ്രതികാരം വീട്ടുകയാണെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. അങ്ങനെ ചന്തു തിരിച്ച് സ്കൂളിലേക്ക് വരുന്നു. അവൻ എത്തിയതറിഞ്ഞിട്ട് മുരുകൻ ഉൾപ്പെടെ ആ ഗുണ്ടകളെല്ലാം തന്നെ അവനെ അടിക്കാൻ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരവനെ അടിക്കുന്ന കണ്ടതും സ്കൂളിലെ എല്ലാ കുട്ടികളെയും പ്രിൻസിപ്പൽ പുറത്തേക്ക് ഇറക്കുന്നു. ആദ്യം മാന്യമായിട്ട് ആ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇവിടെ നിന്നും പുറത്തു പോകാൻ. കേൾക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ അച്ഛൻ പറയുന്നുണ്ട്, നമ്മുടെ ആയുധപ്പുര കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തേക്കാൻ. അങ്ങനെ കുട്ടികളെല്ലാം ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്രിക്കറ്റ് ബാറ്റും ഹോക്കി സ്റ്റിക്കും എല്ലാം എടുത്തിട്ട് ഈ ഗുണ്ടകളെ അടിക്കാൻ ആരംഭിച്ചു. അത്രയും കുട്ടികൾക്ക് മുന്നിൽ ആ ഡ്രഗ് മാഫിയയ്ക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയില്ല. അവരെല്ലാവരും അടികൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. ഈ സംഭവം ന്യൂസ് ചാനലിലെല്ലാം തന്നെ വലിയ വാർത്തയായി മാറുകയും ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയ ശേഷം എക്സാം എല്ലാം നന്നായിട്ട് എഴുതിയിട്ടാണ് ചന്തു എന്ന് സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ സ്കൂളിന് പുറത്ത്
പുറത്താകട്ടെ ആകെ പുകയും തീയുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം തന്നെ കത്തിച്ചിരിക്കുന്നു. മുരുകന്റെ സഹോദരിയായ ആ ഡ്രഗ് മാഫിയ സംഘം തലൈവി അവിടെ വന്നിരിക്കുന്നു. ചന്തുവിന്റെ പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ല എന്നും ഇടി വീണ്ടും തുടരുമെന്നും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.